പല കാര്യങ്ങളിൽ ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ബന്ധം ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്നതും അത്തരമൊരു വാർത്തയാണ്. ഇന്ത്യയും യുഎഇയും നയതന്ത്ര ബന്ധത്തിൽ അടുത്തിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുഎഇ സന്ദർശനവേളയിൽ ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്തങ്ങളും കരാറുകളും ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ധാരാളം അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം 60% വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷ. 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ ഒപ്പുവെച്ച തന്ത്രപരമായ സഹകരണങ്ങളിൽ നിന്നും കരാറുകളിൽ നിന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വലിയ ഉത്തേജനമാണ് ലഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ, ഫിൻടെക്, ഡിജിറ്റൽ നവീകരണം, നിക്ഷേപം, ഭൂഖണ്ഡാന്തര വ്യാപാര ഇടനാഴികൾ തുടങ്ങി വിവിധ മേഖലകളെ ഈ കരാറുകൾ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ സംരംഭകർക്ക് ദുബായിയുടെ ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ നിന്ന് സമാനതകളില്ലാത്ത പ്രവേശനം നൽകുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള വ്യാപാരം 2022-23 സാമ്പത്തിക വർഷത്തിൽ $85 ബില്യൺ ഈ കണക്കുകൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി യുഎഇ മാറ്റുന്നു. അതോടൊപ്പം തന്നെ 2022-23 $31.61 ബില്യൺ ഗൾഫ് ഇന്ത്യയുടെ 2ാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണ് യുഎഇ. ഇന്ത്യയിൽ യുഎഇയുടെ നിക്ഷേപം ഏകദേശം $2021 ബില്യൺ. അതിൽ $15.5 FDI രൂപത്തിലാണെന്നും കണക്കാക്കപ്പെടുന്നു. ഡാറ്റാ സെന്റർ പദ്ധതികളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉഭയകക്ഷി നിക്ഷേപ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ യുഎഇ നിക്ഷേപ മന്ത്രാലയവും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും അടുത്തിടെ ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്ററും ഡാറ്റാ സെന്റർ പ്രോജക്ടുകളും സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുന്നതിനും വിലയിരുത്തുന്നതിനുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം ലക്ഷ്യമിടുന്നത്. ഇത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിക്ഷേപം, സഹകരണം ഉൾപ്പെടെയുള്ള വിപുലമായ സഹകരണത്തിനുള്ള ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുകയും സാങ്കേതിക വിജ്ഞാനം, വൈദഗ്ധ്യം എന്നിവ പങ്കിടാൻ സഹായിക്കുകയും ചെയ്യും. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. UPI, AANI പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ ബന്ധിപ്പിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇത് സാമ്പത്തിക മേഖല സഹകരണം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. യുഎഇയിലുടനീളം രൂപയുടെ സാർവത്രിക സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന കരാറിന് ഇന്ത്യയും യുഎഇയും കരാറിലെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടനാഴി ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് പുതിയ വ്യാപാര വഴികളും അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അതായത് മധ്യഭാഗങ്ങളിലൂടെ യൂറോപ്പുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിൽ ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാഴിയും ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴിയും എന്നിങ്ങനെ 2 വ്യത്യസ്ത ഇടനാഴികൾ ഉണ്ടാകും. ജോർദാൻ, ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് ഇത് ഇന്ത്യയിൽ നിന്ന് അറബിക്കടലിലൂടെ യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിലേക്കും സൗദി അറേബ്യയിലേക്കും വ്യാപിക്കും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രാദേശിക കറൻസിയിലാക്കുന്ന സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ്. ഉഭയകക്ഷി വ്യാപാരങ്ങളിൽ ഇനി മുതൽ ഇന്ത്യയും രൂപയും യുഎഇയും ദിർഹവും വിനിമയത്തിന് ഉപയോഗിക്കാം. ഇതുവരെ ഡോളറിലായിരുന്നു വിനിമയം നടന്നിരുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുള്ള രാജ്യമാണ് യുഎഇ. ഇതിൽ ഭൂരിപക്ഷവും മലയാളികളുമാണ്. ഇവർക്ക് ഒട്ടേറെ പുതിയ സാധ്യതകൾ തുറന്ന് നൽകുന്നതാണ് ഈ കരാർ. നാട്ടിലേക്ക് പണം അയക്കുന്ന സാധാരണക്കാർക്ക് ഇത് പല രീതിയിൽ ഉപകാരപ്രദമായി മാറിയേക്കും. ദിർഹം ബാങ്കുകളും എക്സ്ചേഞ്ചുകളും വഴി ഡോളറാക്കി നാട്ടിലേക്ക് അയക്കുന്ന നിലവിലെ രീതിയിൽ ഇനി മുതൽ മാറ്റം വരും. ഡോളറിലേക്കുള്ള മാറ്റം ഒഴിവാക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം ലഭിക്കാനുള്ള വഴി തുറക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.